ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്. ജീവിതത്തിലെ ആദ്യത്തെ പോപ്പ് കറക്റ്റ് സമയത്ത് പൊട്ടുന്നു. മറക്കാത്ത സാധനം വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. ആദ്യം ഇതെല്ലാം ഞാൻ മനഃപൂർവ്വമാണ്, കാരണം ആനീസ് ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ആരാണ്? അശ്നയായോണ്ട് രണ്ടും ഇങ്ങനെ ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി. ഇതൊക്കെ ഇനി ആര് വൃത്തിയാക്കും? ആനിയുടെ ബിഗ് സപ്പോർട്ടർ അശ്ന. എടുക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം തരാത്ത കേക്ക് ഈ വർഷം തരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ കേക്ക് കട്ട് ചെയ്തില്ല, വീട്ടിൽ വെച്ചു. വേറെ ഒന്നില്ല, അത് എനിക്ക് തരാതില്ല. ഇതെന്തിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണേ? ആനിക്ക് പപ്പയുടെ അമ്മയുടെ ഒരു ഗിഫ്റ്റ്. ചൂണ്ടുവരെല്ലാം കാണിക്കും. ഇതെന്താ കൈ ഇങ്ങനെ ഇരിക്കുന്നു? മോതിരം കയറണ്ടേ? സിമ്പിൾ സാധനം. എല്ലാരും വിളിച്ചു തുടങ്ങി. പറ കോളായിരിക്കും. നമ്മൾ ആനിയുടെ ബർത്ത്ഡേ ആയിട്ട് ആനിക്ക് എന്താണ് വേണ്ടെന്നാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ആനിമോൾ എനിക്ക് എങ്ങനെ പറയാ? എനിക്ക് എത്ര വയസ്സെന്ന് അറിയാമോ? 20 വയസ്സായില്ല. ഗിഫ്റ്റ് വേണ്ട. ആനിക്ക് കുറച്ച് ക്വാളിറ്റി ടൈം വേണം അല്ലേ? ആനി എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോണോന്നുണ്ട്. എങ്ങനെ? ബീച്ച് ഉണ്ട് അടുത്ത്. അന്ന് നമുക്ക് കുറച്ച് ബീച്ച് ഡിഫറെന്റ് ആയിട്ട് പിടിച്ച് നമുക്ക് മല ഏരിയയിൽ പോയാലോ? ഓക്കെ മച്ചാനെ, മലയെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുരിശുമല ഉണ്ട്, ശബരിമല ഉണ്ട്. ഇതുപോലെ ഏത് മല പോകണം നിനക്ക്? തണുത്ത മലയിൽ പോയാലോ? തണുത്ത മല എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട് മച്ചാനെ. മനസ്സിലായി എനിക്ക് എന്താണെന്ന്. പളനി പോന്നു. ഒന്നും അറിയാത്ത നമ്മള് മൂന്നാർ പോകും. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആണ്ട് എല്ലാരും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോയോണ്ട് 2 മണിയാവും കട തുറക്കാൻ വേണ്ടി. 1:30 ഇച്ചിരി കൂട്ടി പറയണല്ലോ നമ്മുടെ സ്വഭാവം. മിണ്ടായി ഞങ്ങളെ കൊണ്ട് കൊല്ലാൻ പോയിട്ട് വൻ റൈഡായിരുന്നു. ഹോസ്റ്റൽ റൈഡ് 500 കുഴിയും 450 വള്ളം. അതോ നീ ചാവേത് പറയണില്ല. അങ്ങനെ തന്നെയായിരുന്നു. സൈഡ് മിററിങ് അവളിങ്ങനെ നോക്കും. ഇവള് അത് ചുമ്മാ എനിക്കാരെയും ബോധിപ്പിക്കാറില്ല. ഞാനിന്റെ ഫ്രണ്ടിൽ ഫുൾ ടൈം നോക്കിട്ട് ഫുൾ ടൈം നോക്കിട്ട് തന്നെയായിരുന്നു. നീ ഓട്ടിങ്ങിനെ മാത്രം തന്നെ നോക്കിട്ടിരുന്നേ. നമ്മൾ വെറൈറ്റി സാധനം പറഞ്ഞു. എന്തോ സാധനം? പിസ്സ വെറൈറ്റി ടർക്കിഷ്. ടേബിളോടേക്ക് വന്നു. ഇതിൽ മാറ്റിട്ട് ഇതിൽ ഇരുന്ന് കഴിക്കണം.
അച്ചാച്ചന് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഡോക്ടറിന് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, 1 hour ഒബ്സർവേഷനിൽ ഇരുത്തണമെന്ന് പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ ഓക്കെ ആയതിനു ശേഷം നമുക്ക് ബാക്ക് ടു. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇത്ര ദിവസം ഭയങ്കര ട്രാവൽ ഭയങ്കര ദൂരത്തിൽ നമ്മൾ ഭയങ്കര കൂടുതൽ റെസ്റ്റ് ഇല്ലായിരുന്നു. ഫുൾ ട്രാവൽ അടിച്ചുപൊളി മാത്രമായിരുന്നു. അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എൻ്റെ എന്തായാലും നമുക്ക് ഡോക്ടർ പറഞ്ഞതിന് ശേഷം കാണാം. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ അവിടെ കിടക്കുമ്പോൾ നിൽക്കാൻ നോക്കാം. നോ ഉത്തരവാദിത്തം അറ്റോൾ. നീ അവിടെ പെട്ടെന്ന് ഡോക്ടറിന് മാറ്റിയിട്ട് നീ പേരെ എഴുതി കൊടുത്തു. ഇത് എനിക്ക് എൻ്റെ പ്രൊഫഷനാണ് വലുത്. നമുക്ക് 96 ഉള്ളന്ന് പോണ വഴിക്ക് നോർമൽ തന്നെ. പക്ഷെ ചിലവർക്ക് കുറച്ച് ക്ഷീണം തോന്നും. അപ്പം നാരങ്ങാളമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പോകുമ്പോൾ. ആനിയുടെ ബർത്ത്ഡേ ആയിട്ട് അച്ചാച്ച ഹോസ്പിറ്റലിലായിരുന്നു. ഇല്ല അച്ചാച്ചന് നോ ഇഷ്യൂസ് ആണ്. അച്ചാച്ചൻ ഓക്കെയാണ്. പെട്ടെന്ന് ട്രാവലൊക്കെ ചെയ്തല്ലേ. ഒരു ട്രാവലില്ല, പെട്ടെന്ന് കുറേ ട്രാവല്, പിന്നെ വർക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഹെക്ടിക് ആയതുകൊണ്ട് ചെറുക്കൻ ഓടി ഇച്ചിരി ടയർഡാണ്. കുഴപ്പമില്ല ഷുഗർ ലോ ആണോ? 96 ആണ്. ചിലവർക്ക് അത് ഭയങ്കര ക്ഷീണം തോന്നുന്നു. അങ്ങനെ നമ്മളതുകൊണ്ട് അച്ചാച്ചൻ്റെ എല്ലാം ഓക്കെ ആയിട്ട് മാത്രമേ നമ്മൾ അടുത്ത ട്രിപ്പിലോട്ട് കിടക്കുന്നുള്ളൂ അല്ലേ? ട്രിപ്പിനേക്കാൾ പ്രയോറിറ്റി നമുക്ക് ബർത്ത്ഡേ നമ്മൾ മറന്നു തുടങ്ങണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നുള്ള ഒരു വൈ ബ്രോ എന്തിന് വൈ ബർത്ത്ഡേസ് സെലിബ്രേഷൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു യാത്ര, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇച്ചിരി ദൂരം വന്നപ്പോൾ അച്ചാച്ചൻ ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ ഇവിടെ നമ്മൾ സ്റ്റേ ആക്കും. നമ്മൾ മൂന്നാർ പോയി സ്റ്റേ ചെയ്യുന്നില്ല, ഇവിടെ സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് എല്ലാവരും ഓക്കെ ആയതിന് മാത്രം നമ്മൾ നാളെ രാവിലെ മൂന്നാർ പോകുന്നു. അച്ചാച്ചൻ രാവിലെ ഓക്കെ ആണെങ്കിൽ നമ്മൾ മൂന്നാർ പോകും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. നമ്മൾ ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് ഫുഡിനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നു, നോക്കിയിട്ട് ചെയ്യുന്നു. നമ്മൾ സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മുടെ ട്രിപ്പിന് പോകാൻ വേണ്ടി ഒന്ന് ആലോചിക്കുന്നു. ഒരുപാട് ട്രാവൽ ചെയ്തതിൻ്റെയും പിന്നെ വർക്കിൻ്റെ ഇതും എല്ലാം കൂടെ ആയിട്ട് അതിൻ്റെ ബോഡി ഭയങ്കര ടയർഡാണ്. നമ്മളിപ്പോൾ ഇടുക്കിയിലാണുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലേ, ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ സീനായി. അപ്പം ഞങ്ങൾ അവിടെ വേറൊരു ഹോസ്പിറ്റലിൽ വഴിക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞ് ഈ സമയത്ത് ട്രാവൽ ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തിരിച്ചു പോവായിരുന്നു. ഞങ്ങൾ മൂന്നാർ പോകാണ്ട് തിരിച്ചു പോവായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇപ്പം രാത്രി പോകണ്ട, റെസ്റ്റ് എടുത്തിട്ട് പയ്യെ പോവാൻ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരെ വീട്ടിൽ പോകുന്നു. ഈ സമയത്ത് പറയാൻ പാടുമെന്ന് എനിക്കറിയത്തില്ല. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഗൈസ് നമ്മള് ഹെൽത്താണ് നമുക്ക് മുഖ്യം. നമ്മൾ നാളെ രാവിലെ നാട്ടിൽ പോകും. അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഫുള്ള് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് പെർഫെക്റ്റ് ആവും. ചെറിയൊരു ഇൻഫെക്ഷൻ ആയി ഗൈസ്, ഫുഡിന്റെയോ എന്തിന്റെയോ ഒരു ഇൻഫെക്ഷൻ ആയി ബ്ലഡിൽ. ഇവിടെ നിന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എടുത്തപ്പോഴാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞത്. അവിടെ CT സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ഓക്കെ ആയതിനു ശേഷം പയ്യെ ട്രാവൽ ചെയ്ത് അവിടെ എത്തിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി അഡ്വാൻസ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ട് നാട്ടിൽ പോകണം. ഇല്ല ഗൈസ്, നമ്മളൊരു ഇതിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നു. നമ്മൾ വിചാരിച്ചല്ലോ, നമ്മൾ വിചാരിച്ചിരുന്ന നമ്മളങ്ങ് വരെയും ഒരിക്കലും ഇല്ല. അങ്ങനെ അഡ്മിറ്റ് ആക്കിയോണ്ട് നമ്മൾ രാവിലെ അച്ചാച്ചൻ്റെ കൂടെ തന്നെ കിടന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആനിയസിനെ വന്നില്ല. ആനിയസിനെ അച്ചാച്ചൻ്റെ കൂടെ കിടക്കുന്ന നമ്മൾ കഴിച്ചിട്ട് അവർക്ക് പാർസൽ മേടിച്ചിട്ട് പോകണം. ഇത്ര ആയ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ ട്രിപ്പ് പോകുന്നില്ല. ട്രിപ്പ് ഇന്നലെ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് നിങ്ങളടുത്ത് പറഞ്ഞ ട്രിപ്പ് പോകുന്നില്ല, ട്രിപ്പ് ക്യാൻസൽ ആക്കി. നമ്മളിന്ന് നേരെ എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ചിലപ്പോൾ കാറിലായിരിക്കും, ചിലപ്പോൾ ട്രെയിനിലായിരിക്കും. വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് പോയിട്ട് നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാമല്ലോ, അതായിരിക്കും സൗകര്യം. ഇത്തിരി ലോങ് കൂടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കാണിച്ച ഓരോരോ കാര്യങ്ങൾ പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പോയിട്ട് തന്നെ ഇച്ചിരി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ബർത്ത്ഡേ വ്ളോഗും ട്രിപ്പ് വ്ളോഗും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യമില്ലേ ഒരു 3 ദിവസം എല്ലാവർക്കും നല്ല റെസ്റ്റ് വേണം. നമ്മൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പവറോടെ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അടുത്ത ട്രിപ്പ് അല്ല, കണ്ടന്റ് വീഡിയോസ്. അടുത്തിന് കുറെ ദിവസത്തേക്ക് ട്രിപ്പ് ഒന്നുമില്ല, കണ്ടന്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് എല്ലാവരും ഓക്കെ ആയതിനു ശേഷം മെന്റലി എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ്. ഞങ്ങൾ മെന്റലി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.